അല്ല, ഇനി ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കൈമറത്തിരുന്ന എനിക്ക് തെളിവില്ല, അന്തരീക്ഷം മാത്രമേ ഉള്ളൂ. പക്ഷേ പറഞ്ഞവർക്കറിയാം, ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായാലും അറിയാം. നമുക്കല്ലാതെ നമുക്ക് എവിടെ നിന്നാണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്? അത് ടിനി ടോം പറഞ്ഞോട് ഞാൻ 100% യോജിക്കുകയാണ്. ടിനി ടോം അങ്ങനെ ഒരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആവും പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ നസീർ സാറ് മരണപ്പെടുന്ന കാലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കാലത്തൊക്കെ ടിനി ടോം ചിലപ്പോൾ വളരെ ചെറിയൊരു കുട്ടിയായിരിക്കും. അദ്ദേഹത്തിന് ഇത്ര വിവരങ്ങളൊന്നും പങ്കുവെക്കാനുള്ള പ്രായം സമയത്തായിട്ടുണ്ടാവില്ല. പിന്നെ എങ്ങനെ ഈ വിവരം കിട്ടി? അദ്ദേഹത്തോട് ആരെയും പറഞ്ഞതായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ സംസാരിച്ചത്. പക്ഷേ ഇദ്ദേഹത്തിന് എവിടെ പേച്ചെന്ന് വെച്ചാൽ ഒരാളെ ഹിയറേസയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ജെനുവിനിറ്റി പരിശോധിക്കാതെ ഒരു പൊതുസമൂഹത്തിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു. അതാണ് അദ്ദേഹത്തിനടുത്ത് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. തുടർന്ന് ഇത് വലിയ വിവാദവും കോൺട്രവേഴ്സി ആയ സമയത്ത് ടിനി ടോമിനോട് ആരാണോ പറഞ്ഞത് അദ്ദേഹം അതിൽ നിന്ന് കൈയൂരിയെന്നാണ് പറഞ്ഞത്, അതിൽ നിന്ന് കൈകേകിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു പക്ഷേ ശരിയാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ടിനി ടോമിനെ ആക്ഷേപിക്കേണ്ട കാര്യം ഈ ഒരു കാര്യത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ വേറെ ക്രിമിനൽ കേസിൽ പ്രതിയോ സ്ത്രീ പീഡന കേസിൽ പ്രതിയോ അല്ലെങ്കിൽ മയക്കുമരുന്ന് കേസിൽ പ്രതിയോ ഒരു പോലീസുകാരുണ്ട് ഇവിടെ ഇതിൽ അഭിനയിച്ചു, അവർക്കൊക്കെ അറിയാവുന്നതാണ്. ഞാൻ മിസ്റ്റർ ടിനി ടോം, നിങ്ങൾ ഏതെങ്കിലും കേസിലെ പ്രതിയല്ല എന്ന് കരുതി നിങ്ങൾ മയക്കുമരുന്ന് കേസിലോ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കേസിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസിലോ പ്രതിയല്ല എന്ന് കരുതി അല്ലെങ്കിൽ പെട്ടിട്ടില്ല എന്ന് കരുതി നിങ്ങൾക്ക് ആരെ പറ്റിയും എന്തും പറയാനുള്ള ഫ്രീഡം ഈ നാട്ടിലില്ല. നിങ്ങൾ ഒരു കേസിലും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് നിങ്ങളെ മറ്റുള്ളവരെ കുറ്റം പറയാനോ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയാനുള്ള നിങ്ങളെ യോഗ്യതയോ അല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ നാട്ടിലെ ഒരു ക്രൈമിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അലിഗേഷനിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു വാക്കെതിരെ ഒരു പ്രശ്നങ്ങളുണ്ടായി, അദ്ദേഹത്തിന് ഈ നാട്ടിൽ മിണ്ടാൻ പാടില്ല ഒന്നുമില്ല. നിങ്ങളെന്താ ഈ പറയുന്നത്? ലേശൊരു ബോധം വേണ്ടേ മിസ്റ്റർ ടിനി ടോം? സ്വന്തം പേരിൽ കേസില്ല, ഓക്കെ, നല്ല കാര്യം, വളരെ നല്ല കാര്യം. ഭാരതത്തിലുള്ള ഏകദേശം ആളുകൾക്കൊന്നും സ്വന്തമായിട്ട് പോലീസ് സ്റ്റേഷൻ പോലും കണ്ടിട്ടില്ലാത്ത ആളുകളാണ്. അതിലൊരാളാണ് നിങ്ങളും. കേരളത്തിലും അതുപോലെ ആളുകളുണ്ട്. സിനിമ ഇൻഡസ്ട്രി പോലും അത് എത്ര ആളുകളില്ലേ ഒരു കേസിൽ പോലും പെടാത്ത? അവരൊക്കെ നിങ്ങളെപ്പോലെ വായി തോന്നിയതിങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കണം. നിങ്ങൾ പറഞ്ഞതിൽ എന്താണ് കുഴപ്പം? നസീർ സാറിന് അവസാന കാലത്ത് അവസരം കുറഞ്ഞപ്പോൾ അദ്ദേഹം മേക്കപ്പ് ചെയ്തിട്ട് സഹപ്രവർത്തകരെ വീട്ടിൽ പോയി വിഷമിക്കുമായിരുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ പറഞ്ഞതിൽ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. നസീർ സാറിന് അവസാന കാലങ്ങളിൽ അവസരം കുറഞ്ഞിട്ടുണ്ട്, അത് സത്യം തന്നെയാണ്. അത് നമ്മൾ ആരും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞ അദ്ദേഹം മേക്കപ്പ് ഇട്ടിട്ട് ആരുടെ വീട്ടിൽ അദ്ദേഹത്തിന് സഹപ്രവർത്തകരെ വീട്ടിൽ പോയി കരയും എന്നൊക്കെ പറഞ്ഞത്, ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയാണ്? നമ്മളാരും കേട്ടില്ല അങ്ങനെ. ഇത്തരം കഥകൾ നമ്മൾ അന്യഭാഷയിലെ ചില നടന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ജെനുവിനിറ്റി പോലും പരിശോധിക്കാതെ ഇത്ര ഒരു അലിഗേഷനിൽ നിൽക്കാൻ മിസ്റ്റർ ടിനി ടോം നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? ഇനിയെങ്കിലും ദയവായിട്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുമ്പം അതിൻ്റെ ജെനുവിനിറ്റി, അത് സത്യമാണോ കളവാണോ, ഇതൊക്കെ അന്വേഷിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ പാടുള്ളൂ. യാതൊരു തെളിവ് യാതൊരു രേഖയോ പോലും ഇല്ലാതെ നിങ്ങൾ ഇന്ന് എന്തർത്ഥത്തിലേക്ക് സംസാരിക്കുന്നത്? ഈ നാട്ടിൽ നിങ്ങൾ മാത്രമാണോ സിനിമയിലുള്ളത്? ഈ നാട്ടിലുള്ള എത്ര ജനങ്ങളുടെ ഇവിടെ? അതെങ്കിലും അടുത്ത തവണയെങ്കിലും നിങ്ങൾ സൂക്ഷിക്കാൻ. നിങ്ങൾ മാസം മാസം വിവാദത്തിൽ വീഴുന്ന ആളാണ്. അത് നിങ്ങൾ മനഃപൂർവ്വം അല്ലാതെ വിവാദത്തിൽ പെട്ടുപോകുന്നതാണ്. അപ്പം അതുകൊണ്ട് ദയവായി മിസ്റ്റർ ടിനി ടോം, നിങ്ങൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ വളരെയധികം അച്ചടക്കം പാലിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.